ഇങ്ങനെ 12ഓളം അടയാളങ്ങനെ എണ്ണിയിട്ട് പറയാൻ അതങ്ങ് പൂർത്തിയാകുന്നതോടുകൂടെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു രംഗപ്രവേശനം ചെയ്യും. മഹദി എങ്ങനെ വല്ലതാ ഒറ്റ ദിവസമായിട്ട് പ്രത്യക്ഷപ്പെടില്ല. മദീനയിൽ ജനിക്കും, മദീനയിൽ ഒരു സാധാരണ കുഞ്ഞായി വളരും. ലോകത്ത് നടക്കുന്ന മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന പീഡനങ്ങൾ കണ്ട് മനം നൊന്ത് കഴിയുന്നുണ്ടാകും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വളരുന്ന കാലമാണിത്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി പറയാണ് അങ്ങനെ ഒരു കൊല്ലത്തെ റമദാൻ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു 40 വയസ്സ് കഴിയുന്നതോടുകൂടെയാണ് പൂർത്തിയാകുന്നതോടുകൂടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. പ്രത്യക്ഷപ്പെടുന്ന കൊല്ലത്തിന്റെ പ്രത്യേകത പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആ കൊല്ലത്തെ റമദാനിലെ ആദ്യത്തെ പകൽ വെള്ളിയാഴ്ചയാകും. ആ വെള്ളിയാഴ്ച രാവ്, അതായത് റമദാനിലെ ആദ്യത്തെ രാവ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ശ്രദ്ധിക്കണേ. മഹാന്മാർ അക്കമിട്ട് എണ്ണിത്തരികയാണ്. പരിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തെ രാവ് ചന്ദ്രഗ്രഹണമാകും. ആ റമദാനിന്റെ പകുതി 15ാമത്തെ രാവ് വെള്ളിയാഴ്ച രാവായിരിക്കും. 15ാമത്തെ പകൽ വെള്ളി പകലായിരിക്കും. ആ റമദാനിന്റെ 15ാമത്തെ പകൽ സൂര്യഗ്രഹണമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ കൊല്ലമാ റമദാനായാൽ ആ റമദാനിലെ 15ാമത്തെ പകൽ, ആ പകലിലേക്ക് കിടക്കുന്ന സുബഹി കടന്നു വന്നാൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നു, അക്കമിട്ട് പറഞ്ഞു തരുന്നു, ആ സുബഹി കഴിയുന്നതോടുകൂടെ വീട്ടിലേക്ക് കയറണം. വീടിന്റെ കഥ കിടക്കണം, ജനൽ കിടക്കണം, വീട്ടിന്റെ എല്ലാ ദ്വാരങ്ങളും അടക്കണം. അടച്ചിട്ട് സുജൂദിൽ കിടക്കണം. ഘോരമായൊരു ശബ്ദമുണ്ടാകും. ആ കൊല്ലത്തെ റമദാൻ 15ന്റെ സുബഹി കഴിഞ്ഞാൽ ഘോരമായൊരു ശബ്ദമുണ്ടാകും. ആ ശബ്ദം കേൾക്കുമ്പോൾ സുബ്ഹാനൽ മലികിൽ സുബ്ഹാനൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ ഖുദ്ദൂസ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കണം. അങ്ങനെ ചൊല്ലിയവർ രക്ഷപ്പെടുകയും അല്ലാത്തവർ നശിച്ചു പോവുകയും ചെയ്യും. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, റമദാൻ കഴിഞ്ഞ് ദുൽഖഅദ കടന്നു വരും. ദുൽഖഅദ കടന്നു വരുമ്പോ ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണ സംവിധാനങ്ങളിലുള്ള ഗോത്രങ്ങൾ തമ്മിൽ സംഘട്ടനങ്ങൾ നടക്കും. കൃത്യം ഗോത്രങ്ങൾ സംഘർഷങ്ങൾ തമ്മിൽ നമുക്കറിയാലോ. പല ഇസ്ലാമിക രാജ്യങ്ങളിൽ സ്ഥിതിയെന്താ? പല ആളുകളും ഭരണത്തിലേറിയതിന്റെ രീതി ശരിയല്ലാത്തതുകൊണ്ട് അവരുടെ ഗോത്രങ്ങൾക്കിടയിൽ നല്ല പ്രശ്നം, ഭയങ്കര പ്രശ്നം. പക്ഷെ അത് പുറത്തറിയാത്തത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഗോത്രങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞവർ സംഘട്ടനത്തിൽ ഏർപ്പെടും. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ദുൽഹിജ്ജ കടന്നു വന്നാൽ ആ കൊല്ലം ദുൽഹിജ്ജ മാസത്തിൽ മിനയിൽ വെച്ച് സംഘട്ടനങ്ങൾ ഉണ്ടാകും. മിനയിലെന്ന് മയ്യിത്ത് കുമിഞ്ഞുകൂടും. ഗസ്സയിലല്ലേ കുമിഞ്ഞുകൂടുന്നത് കാണുന്നത്? അവസാനിച്ചില്ല. മരണങ്ങളുടെ അന്ത്യമുണ്ടാകുന്നില്ല. ഇസ്രായേലും ഗസ്സയും തമ്മിൽ, ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ തന്നെ മരണത്തിന്റെ അറുതി വരുന്നില്ല. മയ്യിത്ത് കുമിഞ്ഞുകൂടുന്ന രംഗമുണ്ട്. ഇവിടെ ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്തല്ല, ജംറകളിൽ മുഅ്മിനീങ്ങൾ കല്ലെറിയുന്ന സ്ഥലത്ത് മയ്യിത്തുകൾ കുമിഞ്ഞുകൂടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ ഒരു ഹജ്ജ് കടന്നു വരാറുണ്ട്. ആ ദുൽഹിജ്ജ കഴിഞ്ഞാൽ കടന്നു വരുന്ന മുഹറം നിങ്ങൾ ശ്രദ്ധിക്കണേ. ആ മുഹറമിലാണ് ഇമാം മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനം. മഹാനവറുകൾ മദീനയിൽ നിന്ന് വരും. മദീനയിൽ നിന്ന് നേരെ മക്കയിൽ വരും. ആ സമയമാകുന്ന സമയം അല്ലാഹുവിന്റെ ഔലിയാക്കൾ മക്കത്ത് പോയിട്ട് അല്ലാഹുവിന്റെ ഔലിയാക്കൾ മഹ്ദി ഇമാമിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കും. ഏതായിരിക്കും ആ കാലമെന്നറിയുമോ? മുസ്ലിങ്ങൾ ലോകത്തെ എല്ലാ ഭാഗത്തും പീഡിപ്പിക്കപ്പെടുന്ന കാലമായിരിക്കും അത്. എല്ലാ സ്ഥലത്തും അവർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അവർക്ക് യാതൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയില്ല. ഇടയനില്ലാത്ത ആട്ടിൻ പറ്റത്തെ പോലെയായിരിക്കും അവർ. ശരിയല്ലേ? ഇടയനില്ലാത്ത ആട്ടിൻ പറ്റത്തെ പോലെ. നമുക്ക് പറ്റിയാൽ ചോദിക്കാൻ ഒരാളില്ല. ഖത്തറിന്റെ അമീർ പറയാൻ, മൗനം വെടിയണം, എല്ലാരും മൗനം വെടിയണം. അയാൾ വിളിച്ചു പറയണ്ടേ? കേൾക്കാൻ ആരുള്ളത്? അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഇടയനില്ലാത്ത ആട്ടിൻ പറ്റത്തെ പോലെ എന്റെ സമുദായമാകും. ആ സമയത്താണ് മഹ്ദി ഇമാം കടന്നു വരിക റളിയല്ലാഹു അൻഹു. അപ്പോൾ അല്ലാഹുവിന്റെ ഔലിയാക്കൾ പരിശുദ്ധമായ മക്കയിൽ മഹ്ദി ഇമാമിനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാകും. മഹ്ദി ഇമാം കടന്നു വരും. മഹ്ദി ഇമാമിനെ കുറിച്ച് പുണ്യനബി പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ തെരയുന്നുണ്ട് എന്ന് മഹ്ദി ഇമാം മനസ്സിലാക്കുമ്പോ മദീനയിലേക്ക് തന്നെ തിരിച്ചു രക്ഷപ്പെടും. കാരണം എന്താ? അധികാരമേൽക്കാൻ ആഗ്രഹിക്കാത്തവരാണ് മഹ്ദി.
അധികാരം തീരെ ഇഷ്ടമില്ല. അധികാരം തീരെ ഇഷ്ടമില്ലാത്ത ആളാണ്. അധികാരമേൽക്കാൻ ഇഷ്ടമില്ലാത്തവരാ. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, മദീനയിലേക്ക് മഹ്ദി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നറിയുമ്പോ ആളുകൾ അങ്ങോട്ട് ചെല്ലും. ഉടനെ മഹ്ദി മക്കയിലേക്ക് തന്നെ രക്ഷപ്പെടും. അവസാനം പരിശുദ്ധമായ മഖാമു ഇബ്രാഹിം ഹജൽ അസ്വദിന്റെയും ഇടയ്ക്ക് വെച്ച ആളുകൾ മഹ്ദിയെ തിരിച്ചറിയും. മഹ്ദിയോട് പറയും, കൈ കാണിക്കൂ, ഞങ്ങൾ അങ്ങോട്ട് ബൈഅത്ത് ചെയ്യട്ടെ. ഇസ്ലാമിക ലോകത്തിന്റെ ആധിപത്യം അങ്ങേറ്റെടുക്കണം, അധിപനാകണം അങ്ങ്. മഹ്ദി ഇമാം പറയും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞാനല്ല. അപ്പോൾ പറയും, അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, മുസ്ലിം ലോകം പ്രതിസന്ധിയിലാകുന്ന സമയം രക്ഷപ്പെടുത്താൻ വരുന്ന ആൾ അങ്ങാണെന്ന്. കൈ കാണിക്കൂ, ഞങ്ങൾ അങ്ങയോട് ബൈഅത്ത് ചെയ്യട്ടെ. മഹ്ദി ഇമാം കൂട്ടാക്കാതിരിക്കുമ്പോൾ അവർ പറയും, ഈ മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളുടെയും ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അല്ലാഹുവിന്റെ സന്നിധിയിൽ. അപ്പോഴാണ് മഹ്ദി ഇമാം കൈ കാണിക്കുന്നത്. എല്ലാവരും ബൈഅത്ത് ചെയ്യുകയാണ്. പിന്നെ മഹ്ദി ഇമാമിന്റെ നേതൃത്വത്തിലായി മുസ്ലിം ലോകം ഒന്നിക്കുകയാ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖുദ്സ് 3 തവണ മോചിപ്പിക്കപ്പെടുമെന്ന്. 3 തവണ ഖുദ്സ് മോചിപ്പിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഒരു മോചനം കഴിഞ്ഞത് എപ്പോഴാണെന്നറിയോ? റസൂലുള്ളാഹിന്റെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് യുദ്ധമില്ലാതെയാണ് ജെറൂസലം ഇസ്ലാമിന് കീഴടങ്ങിയത്. ജൂതന്മാർ മനസ്സിലാക്കേണ്ടത്, യുഎൻഒയുടെ അധിപൻ പറഞ്ഞപ്പോ ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല ഫലസ്തീനിലെ സംഘട്ടനം എന്ന് പറഞ്ഞപ്പോ 10-70 കൊല്ലം ഫലസ്തീനികൾക്ക് നേരെ നടത്തിയ